ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വരാൻ പോകുന്ന LGS അതുപോലെ 10th പ്രിലിംസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. എന്തായാലും അടുത്ത ഘട്ടം LGS ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടും കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ക്രമമായിട്ട് എഴുതിയാൽ ശരിയായത് ഏതായിരിക്കും? അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ദഹിക്കുന്നത് വരെയുള്ള ഒരു ചക്രം, അതാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ദഹനേന്ദ്ര വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങൾ ക്രമമായിട്ട് എഴുതിയാൽ ശരിയായിട്ട് ഏതായിരിക്കും? ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. പുറത്തു വെച്ചോ, ചിലപ്പോൾ ചോദിക്കാം. വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. ഇനി ഐൽസ് ഓഫ് ലാംഗർ ഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗ്ലൂക്കഗോൺ ആട്ടോ. ഏതാ? ഗ്ലൂക്കഗോൺ. ഐൽസ് ഓഫ് ലാംഗർ ഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത്, ഗ്ലൂക്കഗോൺ. ഇനി ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഓർമ്മ, വിവേചനം, ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഇനി സെറിബെല്ലത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രത്തിന് താഴെ കേട്ടോ, സെറിബ്രത്തിന് താഴെയായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഇത്, സെറിബെല്ലം അല്ലെ. സെറിബ്രത്തിന് പിന്നില് താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഇത്, സെറിബെല്ലം എന്ന് ഓർത്തു നോക്കുക. ഇനി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. അതുപോലെ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബ്രമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബ്രമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ ഏത് തന്നെയാ? സെറിബ്രമാണ്. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാട്ടോ. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് എന്നും സെറിബ്രത്തിന്റെ ആന്തരഭാഗം എന്താ? മെഡുല്ല എന്നും കേട്ടോ അറിയപ്പെടുന്നത്. അതുപോലെ സെറിബ്രത്തിന്റെ വലത്തെ അർദ്ധം രണ്ട് ഗോളങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സെറിബ്രത്തെ, അതായത് സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഡീകലയുണ്ട്, അതാണ് കോർപ്പസ് കലോസം കേട്ടോ. കോർപ്പസ് കലോസം, അതായത് നമ്മുടെ രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. സെറിബ്രം ഒരു രണ്ട് ഭാഗമായിട്ടുള്ളത്, അത് ഈ ഇടക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പസ് കലോസം എന്ന് കേട്ടോ. കോർപ്പസ് കലോസം. ഇതിൽ സെറിബ്രത്തിന്റെ ഇടത്തെ അർദ്ധഗോളത്തെ നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലത് ഭാഗത്തെ ആയിരിക്കും കേട്ടോ. ഈ രണ്ട് ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇടത് ഭാഗത്ത്, സെറിബ്രത്തിന്റെ ഇടത് ഭാഗത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലത് ഭാഗത്തെയും, അതുപോലെ സെറിബ്രത്തിന്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയും ആയിരിക്കും കേട്ടോ. അതൊന്ന് കാര്യം ഓർത്ത് നോക്കുക. അപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഇത്, സെറിബ്രം എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാണ്. ഇനി വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്? നെഫ്രക്ടമി എന്നറിയപ്പെടുന്നത്. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഫ്രക്ടമി എന്നാണ്. അണുബാധ മൂലം വൃക്കക്കുണ്ടാകുന്ന വീക്കം ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഫ്രൈറ്റിസ് ആണ്. അണുബാധ മൂലം വൃക്കക്കുണ്ടാകുന്ന വീക്കം ഏത് പേരിൽ അറിയപ്പെടുന്നത്? നെഫ്രൈറ്റിസ് എന്നാണ്. ഇനി മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഏതാ? ഹെമറ്റൂറിയ. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹെമറ്റൂറിയ എന്നാണ്. ഇരുവൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ കേട്ടോ. ഇരുവൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ ഏതാ? യുറീമിയ. അപ്പോൾ അണുബാധ മൂലം വൃക്കക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഹെമറ്റൂറിയ. ഇരുവൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് ഏത്? യുറീമിയ. ഇനി ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാ? ജോസഫ് ഇ മുറയാട്ടോ. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാ? ജോസഫ് ഇ മുറയാണ്. ഇനി ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട മനുഷ്യ അവയവം ചോദിച്ചാൽ ഏത് തന്നെയാ? വൃക്ക
വൃക്കയാണ്. ആദ്യമായിട്ട് മാറ്റിവെക്കപ്പെട്ട മനുഷ്യ അവയവം ചോദിച്ചാൽ ഏതാ? വൃക്കയാണ്. ഇനി വൃക്കയിലെ കല്ല് രാസപരമായിട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. വൃക്കയിലെ കല്ല് രാസപരമായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരില? കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. ബൊമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലകമാണിത്? ഗ്ലോമറുലാസ് എന്നറിയപ്പെടുന്നത്. ഗ്ലോമറുലാസ്. അപ്പൊ ബൊമൻസ് ക്യാപ്സ്യൂൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വൃക്കയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബൊമൻസ് ക്യാപ്സ്യൂളിലെ ലോമിക ജാലമാണ് ഇത്? ഗ്ലോമറുലാസ്. ഇനി ഓരോ വൃക്കയിൽ നമ്മൾ പറഞ്ഞു 2 വൃക്കയുണ്ടല്ലേ, അങ്ങനെ ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 10 ലക്ഷത്തോളം നെഫ്രോണുകൾ കാണപ്പെടുന്നുണ്ട്. ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 10 ലക്ഷമാണ്. ഇനി ADH എന്ന ഹോർമോണിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADH എന്ന ഹോർമോണിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഇത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ചോദിച്ചാൽ ഏതാ? യൂറോക്രോം ആട്ടോ. എന്താ? യൂറോക്രോം. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ഇത്? യൂറോക്രോമോ. ഇനി പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ചോദിച്ചാൽ ഏതാ? ബിലിയറോബിനും അതേപോലെ ബിലിവേർഡിനും കേട്ടോ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ചോദിച്ചാൽ ഏതാ? ബിലിയറോബിനും അതേപോലെ ബിലിവേർഡിനുമാണ്. ഇനി ഗർഭസ്ഥ ശിശുവിൽ രക്താണുക്കൾ സൃഷ്ടിക്കുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കരളാട്ടോ. ഏതാ? ഗർഭസ്ഥ ശിശുവിൽ രക്താണുക്കൾ സൃഷ്ടിക്കുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കരളാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഏത്? ഗ്ലൈക്കോജന്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചോദിച്ചാൽ ഏതാ? ഗ്ലൈക്കോജൻ ആണ്. ഇനി എന്തിന്റെ ആകൃതിയാണ് വൃക്ക കാണപ്പെടുന്നത്? എന്തിന്റെ ആകൃതിയിലാണ് വൃക്ക കാണപ്പെടുന്നത് ചോദിച്ചാൽ ഏതാ? അമരവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അവയവമാണ് ഏത്? വൃക്ക. അമരവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അവയവം ചോദിച്ചാൽ ഏതാ? വൃക്കയാണ്. ഇനി മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഏത്? ഹെപ്പറ്റൈറ്റിസ് എ ആട്ടോ. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാ? ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ചോദിച്ചാൽ ഏതാ? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഏറ്റവും മാരകമായിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ചോദിച്ചാൽ ഏതാ? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇനി പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ചോദിച്ചാൽ ഏതാ? കരളാണ്. പുനരുജ്ജീവന ശേഷിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ചോദിച്ചാൽ ഏതാ? കരളാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത് തന്നെയാ? കരള് തന്നെയാ അല്ലെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ചോദിച്ചാൽ ഏത് തന്നെയാ? കരള് തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കരളാണ്. കരൾ അല്ലെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഏതാ? കരളാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ചോദിച്ചാലും കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഇത് തന്നെയാ? കരളാണ്. ഇനി മദ്യത്തോടുള്ള അമിതമായ ആസക്തി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡിപ്സോമാനിയ കേട്ടോ. മദ്യത്തോടുള്ള അമിതമായ ആസക്തി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡിപ്സോമാനിയ എന്നാണ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ ഏത് പേരിൽ അറിയപ്പെടും? സീറോസിസ് കേട്ടോ. എന്താ? സീറോസിസ്. അപ്പൊ സീറോസിസ് എന്ന രോഗം കരളിനെ ബാധിക്കുന്നത് എന്ത് കാരണം? അമിതമായ മദ്യപാനം മൂലമാണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് PSC. അപ്പൊ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ജീർണാവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സീറോസിസ് എന്നാണ്. ഇനി അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്നുണ്ടാകുന്ന വസ്തു ചോദിച്ചാൽ ഏതാ? യൂറിയ കേട്ടോ. ഏതാ? യൂറിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടി ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് ഇത്? യൂറിയ. ഇനി ബിലിയറൂബിന് ശരീരദ്രാവകങ്ങളിൽ കലർന്നിട്ട് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? അതാണ് മഞ്ഞപ്പിത്തം കേട്ടോ. ഏതാ? മഞ്ഞപ്പിത്തം. ഓർത്തുക. ബിലിയറൂബിന് ശരീരദ്രാവകങ്ങളിൽ കലർന്നിട്ട് കലകളിൽ വ്യാപിക്കുകയും അതിലൂടെ എന്ത് ചെയ്യുക? കലകൾക്ക് മഞ്ഞ നിറം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏത്? മഞ്ഞപ്പിത്തം. ഇനി കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ചോദിച്ചാൽ ഏതാ? അമോണിയ കേട്ടോ. അമോണിയ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് ഏത്? അമോണിയ. ഇനി കരളിന്റെ വലത്തെ ലോബിന്റെ അടിവശത്തായിട്ട് കാണപ്പെടുന്നതാണ് ഏത്? പിത്താശയം കേട്ടോ. ഏതാ? പിത്താശയം. എവിടെയാ പിത്താശയം കാണപ്പെടുന്നത്? കരളിന്റെ വലത്തെ ലോബിന്റെ അടിവശത്തായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? പിത്താശയം കാണപ്പെടുന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ചോദിച്ചാൽ ഏതാ? പിത്തരസമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ചോദിച്ചാൽ ഏതാ? പിത്തരസമാണ്. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് ഏത്? പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ്. രാസാഗ്നികൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് ഏത്? പിത്തരസം.
ഇനി അമിതമായാല് കരളിലടിയുന്ന വൈറ്റമിൻ ചോദിച്ചാൽ ഏതാ? വൈറ്റമിൻ എ ആട്ടോ. അമിതമായാല് കരളിലടിയുന്ന വൈറ്റമിൻ ചോദിച്ചാൽ ഏതാ? വൈറ്റമിൻ എ ആണ്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് ഏത്? കരൾ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം ചോദിച്ചാൽ ഏതാ? കരളാണ്. ഇനി മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? ഹൃദയത്തിന്റെ അറകൾ ചോദിച്ചാൽ എത്രയാ? 2 അറകൾ. ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 2 അറകളുണ്ട്. പക്ഷികളിൽ എത്ര ഹൃദയത്തിന് അറകളുണ്ട്? 4. പക്ഷികളിൽ അറകൾ എത്രയാ? 4. സസ്തനികളിലോ? അതും 4 കേട്ടോ. സസ്തനികളിൽ എത്രയാ? 4 ആണ്. ഇനി ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് ഏത്? റൂമാറ്റിക് ഫീവർ. ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗം ചോദിച്ചാൽ ഏതാ? റൂമാറ്റിക് ഫീവർ ആണ്. അപ്പൊ റൂമാറ്റിക് ഫീവർ ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണ് എന്ന് ചോദിച്ചാൽ ഏതാ? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡെക്സ്ട്രോകാർഡിയ കേട്ടോ. ഏതാ? ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡെക്സ്ട്രോകാർഡിയ എന്നാണ്. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബ്രാഡികാർഡിയ. ഏതാ? അത് ബ്രാഡികാർഡിയ. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 60-ൽ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടും? ബ്രാഡികാർഡിയ. ഇനി ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴ്ന്ന സമയത്ത് സാധാരണ നിലയിലാക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? അത് പേസ് മേക്കർ ആട്ടോ. എന്താ? പേസ് മേക്കർ. എന്താ പേസ് മേക്കർ? ഹൃദയസ്പന്ദനത്തിന്റെ നിരക്ക് എന്ത് ചെയ്യുക? താഴ്ന്ന സമയത്ത് നോർമൽ ആക്കുന്ന ഉപകരണമാണ് ഏത്? പേസ് മേക്കർ എന്ന് പറയുന്നത്. ഇനി ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുകയാണെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന പേരെന്താ? അതാണ് ടാക്കികാർഡിയ കേട്ടോ. ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുകയാണെങ്കിൽ ആ അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? ടാക്കികാർഡിയ. ഇനി ECG കണ്ടുപിടിച്ചതാരാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചതാരാ? വില്യം ഐൻതവോൻ അല്ലെ? വില്യം ഐൻതവോൻ ആണ് ഏത് കണ്ടുപിടിച്ചത്? ECG ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് അല്ലെ? ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ECG എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ECG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ച് ചിലപ്പോൾ ചോദിക്കാം ആരാ? വില്യം ഐൻതോവൻ അല്ലെ? വില്യം ഐൻതോവൻ. ഇനി ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG ആണ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബൈപ്പാസ് സർജറി എന്നിട്ടോ. ഹൃദയധമനികൾ മാറ്റിവെക്കപ്പെടുന്ന ശസ്ത്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബൈപ്പാസ് സർജറി എന്നാണ്. ഇനി ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആൻജിയോപ്ലാസ്റ്റി എന്നിട്ട്. പ്ലാസ്റ്റി എന്നാണ്. ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഇത് ആൻജിയോപ്ലാസ്റ്റി. ഇനി ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതി ചോദിച്ചാൽ ഏതാ? അത് ആൻജിയോഗ്രാഫി. എന്താ? ആൻജിയോഗ്രാഫി ആണ്. ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാ രീതി ആൻജിയോപ്ലാസ്റ്റിയും തടസ്സം മനസ്സിലാക്കാനാണെങ്കിൽ ഏതാ? ആൻജിയോഗ്രാഫിയുമാണ്. ഇനി രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഏതാ? ത്രോംബോസിസ് അല്ലെ? ത്രോംബോസിസ് ആണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ഇത് ത്രോംബോസിസ്. ഇനി ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായിട്ട് രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥയാണ് ഇത് അതിറോസ്ക്ലീറോസിസ് കേട്ടോ. അതിറോസ്ക്ലീറോസിസ്. ധമനികളുടെ ഭിത്തിയിൽ കൊളസ്ട്രോൾ വന്നടിയുന്നതിന്റെ ഫലമായിട്ട് രക്തപ്രവാഹത്തിന്റെ വേഗത കുറയുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? അതിറോസ്ക്ലീറോസിസ് ആണ്. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഹൈപ്പോടെൻഷൻ. രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഹൈപ്പോടെൻഷൻ ആണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഏതാ? അമിത രക്തസമ്മർദ്ദമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഏതാ? അമിത രക്തസമ്മർദ്ദമാണ്. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ ഏതാ? ടെഫ്ലോൺ ആട്ടോ. ഹൃദയവാൽവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചോദിച്ചാൽ ഏതാ? ടെഫ്ലോൺ ആണ്. ഇനി രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണ ഘടകം ചോദിച്ചാൽ ഏതാ? ഉപ്പ് കേട്ടോ. ഏതാ? ഉപ്പാണ്. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്ന് ഉയരുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഹൈപ്പർ ടെൻഷൻ ആണ്. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഹൈപ്പർ ടെൻഷൻ ആണ്. ഇനി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാലോ? സ്ഫിഗ്മോമാനോമീറ്റർ. സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് സ്ഫിഗ്മോമാനോമീറ്റർ. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷം ചോദിച്ചാൽ ഏതാ? 2003 മെയ് 13 കേട്ടോ. 2003
2003 മെയ് 13 എവിടെ വെച്ചിട്ടാ? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചി അല്ലെ? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. കേരളത്തിൽ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഏതാ വർഷം? 1994 ഓഗസ്റ്റ് 3 1994 ഓഗസ്റ്റ് 3 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. നമ്മൾ പറഞ്ഞു 2003 മെയ് 13 കേരളത്തിൽ ആദ്യമായിട്ട് ഡോക്ടർ ആരായിരുന്നു? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അല്ലെ? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാ? അത് പി വേണുഗോപാൽ അല്ലെ? പി വേണുഗോപാലാണ്. വർഷം നമ്മൾ പറഞ്ഞു 1994 ഓഗസ്റ്റ് 3 ഏത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലെ? എയിംസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് ഏത് വർഷ? 1967 കേട്ടോ. 1967 ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട്ഷൂർ ഹോസ്പിറ്റൽ. ഏതാ? ദക്ഷിണാഫ്രിക്കയിലെ ഗ്രൂട്ട്ഷൂർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി അടുത്ത ചോദ്യം എന്താ? മനുഷ്യന്റെ ഡയസ്റ്റളിക് പ്രഷർ എത്രയാ? മനുഷ്യന്റെ ഡയസ്റ്റളിക് പ്രഷർ ചോദിച്ചാൽ എത്രയാ? 80 mmHg അല്ലെ? 80 mmHg ആണ് മനുഷ്യന്റെ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റോളിക് എത്രയാ? 120 mmH. മനുഷ്യന്റെ ഡയോസ്റ്റോളിക് ആണെങ്കിൽ 80 mmH ആണ്. മനുഷ്യന്റെ സിസ്റ്റോളിക് ആണെങ്കിൽ എത്രയാ? 120 mmH. ഇനി മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം ചോദിച്ചാൽ എത്രയാ? 120/80 mmHg ആണ്. മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാ? 120/80 mmHg. ഇനി ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദമാണ് ഇത്? ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറഞ്ഞ മർദ്ദമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡയസ്റ്റളിക് എന്നറിയപ്പെടുന്നത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ് ഏത്? സിസ്റ്റളിക് പ്രഷർ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഏതാ? സിസ്റ്റളിക് ആണ്. സങ്കോചിക്കുമ്പോൾ സിസ്റ്റളിക്, വിശ്രമിക്കുമ്പോൾ ഏതാ? ഡയസ്റ്റളിക് അല്ലെ? ഇനി ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? വാൾട്ടൺ ലില്ലിഹേ കേട്ടോ. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാ? വാൾട്ടൺ ലില്ലിഹേ ആണ്. ഇനി സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാ? റെനെ ലെനക്ക് അല്ലെ? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാ? റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഇനി ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? സ്റ്റെതസ്കോപ്പ്. ഇനി ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാ? ജാർവിക് 7 ആട്ടോ. ആദ്യത്തെ കൃത്രിമ ഹൃദയം ചോദിച്ചാൽ ഏതാ? ജാർവിക് 7 ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം. ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് ആരാന്നറിയോ? ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കെ ജാർവിക് കേട്ടോ. റോബർട്ട് കെ ജാർവിക് ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയമായിട്ടുള്ള ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത്. ഇനി ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രൈക്കസ്പിഡ് വാൽവ് കേട്ടോ. ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ട്രൈക്കസ്പിഡ് വാൽവ് എന്നാണ്. ഇനി എന്താണ് ഹൃദയമിടിപ്പായിട്ട് നമ്മൾ കേൾക്കുന്നത്? നമ്മൾ ടിക് ടിക് എന്ന് കേൾക്കുന്നത് എന്തെന്നാ? ഹൃദയ വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഏത്? നമ്മുടെ ഹൃദയമിടിപ്പായിട്ട് നമ്മൾ അറിയുന്നത്. ഹൃദയ വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മുടെ ഹൃദയമിടിപ്പായിട്ട് നമുക്ക് സ്റ്റെതസ്കോപ്പിലൂടെ ലഭിക്കുന്നത്. ഇനി മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്ന വാൽവ് ചോദിച്ചാൽ ഏതാ? ബൈക്കസ്പിഡ് വാൽവ് ആട്ടോ. മിട്രൽ വാൽവ് എന്നറിയപ്പെടുന്ന ഏതാ? ബൈക്കസ്പിഡ് വാൽവ് ആണ്. എന്താ ബൈക്കസ്പിഡ് വാൽവ്? ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൽവാണ് ഏത്? ബൈക്കസ്പിഡ്. വലത്തെ അറകൾക്കിടയിൽ ട്രൈക്കസ്പിഡും ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിൽ ബൈക്കസ്പിഡ് വാൽവുമാണ്. ബൈക്കസ്പിഡ് വാൽവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? മിട്രൽ വാൽവ്. ഇനി ലോമികകൾ കണ്ടുപിടിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? മാർസെല്ലോ മാൽപീജി ആട്ടോ. ലോമികകൾ കണ്ടുപിടിച്ച വ്യക്തി ആരാ? മാർസെല്ലോ മാൽപീജി ആണ്. ഇനി ഹൃദയത്തിന്റെ ഏറ്റവും വലിയ രക്തവാഹികൾ ഏതാന്ന് ചോദിച്ചാൽ ഇതാ അയോർട്ടയാട്ടോ. ഇതാ അയോർട്ട. ഹൃദയത്തിന്റെ ഏറ്റവും വലിയ രക്തവാഹികൾ ചോദിച്ചാൽ ഇതാ അയോർട്ടയാണ്. ഇനി വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് എന്ത്? ലോമികകള്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ഇത്? ലോമികകള്.
ഇനി ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കും രക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാ? ധമനികൾ അല്ലെ. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന കുഴലുകളാണ് ഏത്? ധമനികൾ എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതാണെങ്കിലോ അത് സിരകൾ കേട്ടോ. ഹൃദയത്തിലേക്ക് സിരകളും ഹൃദയത്തിൽ നിന്ന് ധമനികളുമാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ഏത്? ശ്വാസകോശ ധമനി എന്ന അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനിയാണ് ഏത്? ശ്വാസകോശ ധമനി. കോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറിയാണ് ഇത്? ഇടത് ആറിക്കിൾ കേട്ടോ. ഇടത് ആറിക്കിളാണ് ശ്വാസകോശത്തിൽ നിന്നും വരുന്ന അശുദ്ധ രക്തം കേട്ടോ. ശുദ്ധമായിട്ടുള്ള രക്തം സ്വീകരിക്കുന്ന അറിയ ചോദിച്ചാൽ ഇതാ ഇടത് ആറിക്കിളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ചോദിച്ചാൽ ഏതാ? ശ്വാസകോശ സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ചോദിച്ചാൽ ഏതാ? ശ്വാസകോശ സിരയാണ്. ഇനി ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാ? ധമനികളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ഏത്? ധമനികള്. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണെങ്കിലോ അത് സിരകളാണ്. ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികളും അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകളാണ് ഏത്? സിരകൾ എന്നറിയപ്പെടുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലാണ് ഏത്? മഹാധമനി അല്ലെ. മഹാധമനിയാണ് ഏത്? ഏറ്റവും വലിയ രക്തക്കുഴല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലുകൾ ചോദിച്ചാൽ ഏതാ? മഹാധമനിയാണ്. ഇനി ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശുദ്ധരക്തം. ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തവും കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഏതാ? അത് അശുദ്ധ രക്തവുമാണ്. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നതാണ് ഏത്? SA നോഡ് കേട്ടോ. ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. ഇനി ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള മനുഷ്യന്റെ ഹൃദയ അറ ചോദിച്ചാൽ ഏതാ? ഇടത് വെൻട്രിക്കിൾ ആട്ടോ. ഇടത് വെൻട്രിക്കിളാണ്. ഏറ്റവും കട്ടി കൂടിയ ഭിത്തിയുള്ള മനുഷ്യ ഹൃദയമാണ് ഏത്? ഇടത് വെൻട്രിക്കിള്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? അഡ്രിനാലിൻ കേട്ടോ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? അഡ്രിനാലിനാണ്. മനുഷ്യ ഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ, മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട് അല്ലെ. 4 അറകളിൽ മുകളിലത്തെ 2 അറകൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓറിക്കിൾ എന്നും താഴത്തെ 2 അറകൾ ഏത് പേരിൽ അറിയപ്പെടും? വെൻട്രിക്കിൾ എന്നാണ്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഹൃദയത്തിലെ മുകളിലത്തെ 2 അറകൾ ഏത് പേരിൽ അറിയപ്പെടും? ഓറിക്കിൾ എന്നും താഴത്തെ 2 അറകൾ ഏത് പേരിൽ അറിയപ്പെടും? വെൻട്രിക്കിൾ എന്നുമാണ്. ഇനി അടുത്ത വസ്തുക്കളെ വ്യക്തമായിട്ട് കാണുകയും ദൂരെയുള്ളവയെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിന്റെ ന്യൂനതയാണ് മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഈ ന്യൂനത പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ ഏതാ? അതായത് മയോപ്പിയ പരിഹരിക്കാൻ, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഒക്കെ ചോദിച്ചാൽ ഏതാ? കോൺകേവ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഏതാ? കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ മയോപ്പിയ എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത്? ഹ്രസ്വദൃഷ്ടി കേട്ടോ. മയോപ്പിയ ഏതാ? ഹ്രസ്വദൃഷ്ടിയാണ്. പരിഹരിക്കാൻ ഏത് ലെൻസ് ഉപയോഗിക്കണം? കോൺകേവ്. ഇനി അസ്തിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാലോ? സിലിണ്ടറിക്കൽ ലെൻസ് അല്ലെ. അസ്തിഗ്മാറ്റിസം പരിഹരിക്കാൻ ഏതാ? സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് ഏത്? വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത്. നേത്ര ലെൻസിന്റെ വക്രത മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് ഇത്? വിഷമദൃഷ്ടി. ഇനി ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാ? റെറ്റിനക്ക് പിറകിലായിരിക്കും കേട്ടോ. ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും? റെറ്റിനക്ക് പിറകിലാണ്. ഇനി ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാ? റെറ്റിനക്ക് മുൻപിലുമായിരിക്കും. ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് പ്രതിബിംബം എവിടെയായിരിക്കും? റെറ്റിനക്ക് പിറകിലായിരിക്കും. ഹ്രസ്വദൃഷ്ടിയുള്ള ആളുകൾക്കാണെങ്കിലോ പ്രതിബിംബം റെറ്റിനക്ക് മുൻപിലുമായിരിക്കും. ഇനി ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ ഏതാ? കോൺവെക്സ് ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് ഇത്? കോൺവെക്സ് ലെൻസ്. ഇനി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ഇത്? ദീർഘദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ഇത്? ദീർഘദൃഷ്ടി. ഇനി മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് നമ്മൾ പറഞ്ഞു ഏതാ? കോൺകേവ് ആണ് അല്ലെ. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺകേവ് ആണ്. ഇനി അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തതുമായിട്ടുള്ള അവസ്ഥയാണ് ഏത്? ഹ്രസ്വദൃഷ്ടി അല്ലെ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് കഴിയും, അകലെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ അവസ്ഥയാണ് ഇത്? ഹ്രസ്വദൃഷ്ടി. ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ചോദിച്ചാൽ ഏതാ? ബൈഫോക്കൽ ലെൻസ് കേട്ടോ. ബൈഫോക്കൽ ലെൻസ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയുമുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാ? ബൈഫോക്കൽ ലെൻസ് ആണ്. ഇനി അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ഏത്? ചെങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത്? ചെങ്കണ്ണ്. ഇനി കണ്ണിലെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് പോലും ഉണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് ഏത്? ബ്രസ്ബയോപ്പിയ. എന്താ? ബ്രസ്ബയോപ്പിയ. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് ഏത്? ബ്രസ്ബയോപ്പിയ. ഇനി നിശബ്ദനായ കാഴ്ച ശക്ത അപഹാരി എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത്?
ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ചാപഹാരി എന്നറിയപ്പെടുന്നതാണ് ഇത് ഗ്ലൂക്കോമ. നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണയായിട്ട് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഗ്ലോക്കോമ. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായിട്ട് വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഗ്ലോക്കോമ. ഇനി ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായിട്ട് തോന്നാൻ കാരണം എന്ത് വൈകല്യ? ഗ്ലൂക്കോമയാണ്. ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നതിന് വൈകല്യം, അങ്ങനത്തെ ഒരു വൈകല്യമാണ് ഇത് ഗ്ലൂക്കോമ. ഇനി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരെന്താ? കെരാറ്റോപ്ലാസ്റ്റി അല്ലെ. കെരാറ്റോപ്ലാസ്റ്റി എന്താ? കോർണിയ മാറ്റൽ ശസ്ത്രക്രിയക്ക് പറയുന്ന പേരാണിത് കെരാറ്റോപ്ലാസ്റ്റി. ഇനി തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ഇത് ലെൻസ് എന്നറിയപ്പെടുന്നത്. തിമിരം വന്നവർക്ക് മാറ്റിവെക്കപ്പെടുന്ന ഭാഗമാണ് ഇത് ലെൻസ്. ഇനി പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന രോഗം ചോദിച്ചാൽ ഇത് തന്നെയാ തിമിരമാട്ടോ. ഏതാ? തിമിരമാണ്. പ്രായം കൂടുന്തോറും കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് തിമിരം. ഇനി രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് ഇത് നിശാന്തത. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? നിശാന്തത എന്നാണ്. ഇനി വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇത് ഇഷിഹാര ടെസ്റ്റ് കേട്ടോ. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇത് ഇഷിഹാര ടെസ്റ്റ്. ഇനി ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ചോദിച്ചാൽ ഏതാ? വർണ്ണാന്തത. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വർണ്ണാന്തതയാണ്. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ചോദിച്ചാൽ ഏതാ? നീല നിറം. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം ചോദിച്ചാൽ തിരിച്ചറിയാൻ കഴിയുന്ന നിറം. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറമാണ് ഏത്? നീല നിറം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? വർണ്ണാന്തത അല്ലെ. നിറങ്ങൾ തിരിച്ചറിയാൻ, കണ്ണിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ രോഗത്തെ നമ്മൾ എന്ത് പറയും? വർണ്ണാന്തത എന്നാണ് പറയാറ്. ഇനി പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയരസത്തിന്റെ ഉൽപാദനം കുറക്കുകയും ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? സെക്രീറ്റിൻ ആട്ടോ. ഏതാ? സെക്രീറ്റിൻ ആണ്. പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ആമാശയരസത്തിന്റെ ഉൽപാദനം കുറക്കുകയും ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? സെക്രീറ്റിൻ ആണ്. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ഗ്യാസ്ട്രീൻ ആണ്. ഏതാ? ഗ്യാസ്ട്രീൻ ആണ്. ആമാശയ ദഹനരസങ്ങളുടെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗ്യാസ്ട്രീൻ ആണ്. ഇനി ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്ത് ആമാശയത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗ്രലിൻ ആട്ടോ. ഏതാ? ഗ്രലിൻ ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്ത് ആമാശയത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗ്രലിൻ ആണ്. ഇനി ചെവിയെ കുറിച്ചുള്ള പഠനം ഏതാ? ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓട്ടോളജി എന്നാണ്. ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ചോദിച്ചാൽ ആരാ? ലൂയിസ് ബ്രെയിലി അല്ലെ. ലൂയിസ് ബ്രെയിലി ആണ്. ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത വ്യക്തി ചോദിച്ചാൽ ആരാ? ലൂയിസ് ബ്രെയിലി ആണ്. ഇനി അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായമാണ് ഏത്? ബ്രെയിലി ലിപി. ബ്രെയിലി ലിപി വികസിപ്പിച്ചെടുത്ത ആരാ? ലൂയിസ് ബ്രെയിലി ആണ്. ഇനി കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ചോദിച്ചാൽ ഏതാ? സ്നെല്ലൻ ചാർട്ട് ആട്ടോ. കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് ചോദിച്ചാൽ ഏതാ? സ്നെല്ലൻ ചാർട്ട് ആണ്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച വ്യക്തി ചോദിക്കാം ആരാ? ഹെർമൻ സ്നെല്ലൻ ആട്ടോ. ഹെർമൻ സ്നെല്ലൻ ആണ്. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ആരാ? ഹെർമൻ സ്നെല്ലൻ ആണ്. ഇനി മനുഷ്യന്റെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാ? 1/16 സെക്കൻഡ് അല്ലെ. 1/16 സെക്കൻഡ് ആണ്. 16ൽ 1 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ് ആണ് മനുഷ്യന്റെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത ചോദിച്ചാൽ എത്രയാ? 1/16 സെക്കൻഡ് ആണ്. ഇനി എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എത്രയാ? 6 മീറ്റർ അകലെ നിന്ന് കേട്ടോ. എത്ര മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ അകലെ നിന്നാണ്. ഇനി കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സമഞ്ചനക്ഷമത കേട്ടോ. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവിന് എന്താ പറയുന്നത്? സമഞ്ചനക്ഷമത എന്നാണ്. ഇനി 20/20 എന്ന പദം അല്ലെങ്കിൽ 20/20 എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വ്യക്തമായ കാഴ്ച കേട്ടോ. വ്യക്തമായ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? അയഡോപ്സിൻ ആട്ടോ. ഏതാ? അയഡോപ്സിൻ ആണ്. കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? അയഡോപ്സിൻ ആണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? അത് റെഡോപ്സിൻ. ഏതാ? റെഡോപ്സിൻ ആണ്. റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാ? റെഡോപ്സിൻ ആണ്. ഇനി പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? കോൺ കോശങ്ങൾ. പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ?
കോൺ കോശങ്ങളാണ്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് ഏത്? റോഡ് കോശങ്ങൾ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്ന കോശങ്ങൾ ചോദിച്ചാൽ ഏതാ? റോഡ് കോശങ്ങളാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങൾ ഏതാ? റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് ഏത്? റോഡ് കോശങ്ങൾ. നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? വിട്രിയസ് ദ്രവമാണ്. ഏതാ? വിട്രിയസ് ദ്രവം. നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവമാണേത്? വിട്രിയസ് ദ്രവം. കണ്ണിലെ വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? വിട്രിയസ് ദ്രവമാണ്. കണ്ണിലെ വിട്രിയസ് അറയിലാണ് ഏതുള്ളത്? വിട്രിയസ് ദ്രവമുള്ളത്. ഇനി കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന അറയാണ് ഏത്? വിട്രിയസ് അറ. എന്തിനൊക്കെ? ലെൻസിനും അതേപോലെ റെറ്റിനക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഏതാ? വിട്രിയസ് അറയാണ്. അപ്പോൾ LVR എന്ന് ഓർത്തു വെച്ചോ. ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് ഏതാ? വിട്രിയസ് അറയാണ്. ഇനി കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? അത് അക്വസ് ദ്രവം കേട്ടോ. ഏതാ? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്നത് ഏതാ? അക്വസ് ദ്രവമാണ്. ഇനി അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? അക്വസ് ദ്രവം അല്ലെ. അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്നത് അക്വസ് ദ്രവം. കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലാണ്. കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലാണ് ഏത്? അക്വസ് അല്ലെ. കാലെന്ന് ഓർത്തു വെച്ചോ. കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് ഏത്? അക്വസ് അറ. കണ്ണിലെ കോർണിയക്കും ലെൻസിനും ഇടയിലായിട്ട് ഏതാ? അക്വസ് അറ. ഇനി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? നേത്രനാഡിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണേത്? നേത്രനാഡി. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ചോദിച്ചാൽ ഏതാ? സീലിയറി പേശികളാണ്. നേത്ര ലെൻസിന്റെ വക്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പേശികൾ ചോദിച്ചാൽ ഏതാ? സീലിയറി പേശികളാണ്. മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് കേട്ടോ. മനുഷ്യന്റെ കണ്ണിലെ ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് ആണ്. പ്രകാശ തീവ്രതക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏതാ? പ്യൂപ്പിളാട്ടോ. ഏതാ? പ്യൂപ്പിളാണ്. പ്രകാശ തീവ്രതക്കനുസരിച്ചിട്ട് വലിപ്പം ക്രമീകരിക്കപ്പെടുന്ന കണ്ണിലെ ഭാഗമാണേത്? പ്യൂപ്പിള്. കണ്ണിലെ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണേത്? പ്യൂപ്പിള്. കണ്ണിലെ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണേത്? പ്യൂപ്പിള്. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണേത്? മെലാനിൻ. ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ചോദിച്ചാൽ ഏതാ? മെലാനിൻ ആണ്. കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണ് ഐറിസ്. കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിലെ ഭാഗമാണേത്? ഐറിസ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? കോർണിയ കേട്ടോ. ഏതാ? കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ചോദിച്ചാൽ കോർണിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗമാണ് അന്തബിന്ദു. പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്ത കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? അന്തബിന്ദുവാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ, അതായത് കണ്ണിന് ശസ്ത്രക്രിയ നടത്തി എന്ന് പറയില്ലേ നമ്മൾ, ആ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ, കണ്ണ് മാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? കോർണിയ കേട്ടോ. ഏതാ? കോർണിയാണ്. ഇനി കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ഇത്? കോർണിയ എന്നറിയപ്പെടുന്നത്. കണ്ണിലെ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് ഇത്? കോർണിയ. കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? റെറ്റിനയാണ്. കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? റെറ്റിനയാണ്. കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗം അന്തല്ലേ, അന്തബിന്ദുവാണ്. കാഴ്ചയില്ലാത്ത കണ്ണിലെ ഭാഗമാണേത്? അന്തബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? പീതബിന്ദു. അപ്പോൾ കണ്ണിലെ കാഴ്ചയില്ലാത്ത ഭാഗം അന്തബിന്ദു, ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? പീതബിന്ദുവാണ്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാ? പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? പീതബിന്ദുവാണ്. ഇനി ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ആ ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം ഏതാ? കൺജങ്ക്ടൈവ കേട്ടോ. ഏതാ? കൺജങ്ക്ടൈവ. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ഇത്?
കൺജങ്ക്ടൈവ. ഇനി നേത്രഗോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ബാഹ്യപാളി ചോദിച്ചാൽ ഏതാ? ദൃഢപടലമാണ്. ഏതാ? ദൃഢപടലമാണ്. നേത്രഗോളത്തിന് ആകൃതിയും അതുപോലെ ദൃഢതയും നൽകുന്ന ബാഹ്യപാളിയാണ് ഏത്? ദൃഢപടലം. കണ്ണിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ഏത്? ദൃഢപടലം. കണ്ണിന്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ചോദിച്ചാൽ ഏതാ? ദൃഢപടലമാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയോ ചോദിച്ചാൽ ഏതാ? രക്തപടലമാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാ? രക്തപടലമാണ്. ഇനി കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളി ചോദിച്ചാൽ ഏതാ? അതും രക്തപടലം കേട്ടോ. ഏതാ? രക്തപടലം. കണ്ണിലെ കലകൾക്ക് ഓക്സിജൻ പോഷണം എന്നിവ നൽകുന്ന കണ്ണിലെ പാളിയാണ് ഇത്? രക്തപടലം. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം എ. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ചോദിച്ചാൽ ഏതാ? ജീവകം എ ആണ്. കണ്ണുകളെ നേത്രകോടരത്തില് ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ബാഹ്യ കൺപേശികൾ കേട്ടോ. കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ബാഹ്യ കൺപേശികളാണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താ? ഒഫ്താൽമോളജി അല്ലെ. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതാ? ഒഫ്താൽമോളജി ആണ്. ഇന്ദ്രിയാനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കണ്ണാണ്. ഇന്ദ്രിയാനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം ചോദിച്ചാൽ ഏതാ? കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവം ചോദിച്ചാൽ ഇത് തന്നെയാ? കണ്ണാണ്. ഇന്ദ്രിയാനുഭവത്തിന്റെ 80% പ്രദാനം ചെയ്യുന്ന അവയവം കണ്ണാണ്. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യ അവയവം ചോദിച്ചാലും ഏതാ? കണ്ണാണ്. ഇനി ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? പൾമണോളജി എന്നല്ലേ. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? പൾമണോളജി എന്നാണ്. ഇനി ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണം ചോദിച്ചാൽ ഏതാ? പ്ലൂറ. അല്ലേതാ? പ്ലൂറയാണ്. ശ്വാസകോശത്തിന്റെ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ ഏതാ? പ്ലൂറയാണ്. ഇനി ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറക്കുന്ന ദ്രവം ചോദിക്കാം. ഏതാ? അതോ ഏതാ? പ്ലൂറ തന്നെ കേട്ടോ. ഏതാ? പ്ലൂറയാണ്. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? പ്ലൂറയാണ്. ഇനി സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴൽ അറിയപ്പെടുന്നതാണ് ഏത്? ശ്വാസനാളം അല്ലെ. സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലുകൾ അറിയപ്പെടുന്ന ഏത് പേരില? ശ്വാസനാളം എന്നാണ്. ഇനി ശ്വസനിയുടെ അഗ്രശാഖകൾ അറിയപ്പെടുന്നതാണ് ഏത്? ശ്വസനിക. ശ്വസനിയുടെ അഗ്രശാഖകൾ അറിയപ്പെടുന്നതാണ് ഏത്? ശ്വസനിക. ഇനി ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകൾ അറിയപ്പെടുന്നതാണ് ഏത്? ശ്വസനി എന്നറിയപ്പെടുന്നത്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ഏത്? ശ്വസനി എന്ന് പറയുന്നത്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോമമായ സ്തര അറകളാണ് നമ്മുടെ വായു അറകൾ എന്നറിയപ്പെടുന്നത്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോമമായ സ്തരകൾ അറിയപ്പെടുന്ന ഏത് പേരില? വായു അറ എന്നാണ്. ഇനി ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ ഏതാ? ആൽവിയോളകൾ കേട്ടോ. ഏതാ? ആൽവിയോളകൾ. ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ ഏതാ? ആൽവിയോളകളാണ്. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്ന വായു അറകൾ അറിയപ്പെടുന്ന ഏത് പേരില? ആൽവിയോളകൾ എന്ന് തന്നെയാ കേട്ടോ. ശ്വാസകോശത്തില് വാതക വിനിമയം നടക്കുന്ന വായു അറകളാണ് ഇത്? ആൽവിയോളകൾ. വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് ഇത്? മാക്രോഫേജുകൾ കേട്ടോ. ഏതാ? മാക്രോഫേജുകൾ. വായു അറകളിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങൾ അറിയപ്പെടുന്നതാണ് ഇത്? മാക്രോഫേജുകൾ. ഇനി ശ്വസന വേളയിലെ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് ഇത്? മാക്രോഫേജുകൾ കേട്ടോ. ഏതാ? മാക്രോഫേജുകൾ. ശ്വസന വേളയിലെ രോഗാണുക്കളെയും പൊടിപടലങ്ങളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് ഇത്? മാക്രോഫേജുകൾ. അതുപോലെ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന ഇത് തന്നെയാ? മാക്രോഫേജ് കേട്ടോ. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന ഇത് മാക്രോഫേജുകളാണ്. മനുഷ്യ ശരീരത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ ഏതാ? ലെസിത്തീൻ. ഏതാ? ലെസിത്തീൻ ആണ്. മനുഷ്യ ശരീരത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന രാസവസ്തുവാണ് ഇത്? ലെസിത്തീന്. ഇനി മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ രക്തത്തിൽ കലരുന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ആൽവിയോളകളിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിലെ ഓക്സിജന് രക്തത്തിൽ കലരുന്നത്. രക്തത്തിൽ ഓക്സിജൻ അടങ്ങിയ രക്തമാണ് ഏതെന്ന് പറയുന്നത്? ശുദ്ധരക്തം എന്നറിയുന്നത് അല്ലെ. അപ്പോ രക്തത്തിൽ ഓക്സിജൻ എവിടെ വെച്ചിട്ടാ കലരുന്നത്? ആൽവിയോളകളിൽ വെച്ചിട്ടാണ്. ഇനി ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള ശ്വസനം അറിയപ്പെടുന്നത് ഏത് പേരില? എയറോബിക് റെസ്പിറേഷൻ അല്ലെ. ഓക്സിജന്റെ സാന്നിധ്യത്തിലുള്ള
ശ്വസനം അറിയപ്പെടുന്നത് ഏത് പേരില? എയറോബിക് റെസിപ്രേഷൻ എന്നാണ്. ഇനി ഓക്സിജന്റെ അഭാവത്തിലുള്ള ശ്വസനം അറിയപ്പെടുന്നതോ? അത് അൺഎയറോബിക് റെസിപ്രേഷൻ. ഏതാ? അൺഎയറോബിക് റെസിപ്രേഷൻ എന്നാണ്. ഈ ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്ന ഏത് പേരില? പൾമണറി റെസിപ്രേഷൻ. ഏതാ? പൾമണറി റെസിപ്രേഷൻ. ശ്വാസകോശത്തിലൂടെയുള്ള ശ്വസനം അറിയപ്പെടുന്നത് പൾമണറി റെസിപ്രേഷൻ എന്നാണ്. ഏകദേശം ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ എത്രയായിരിക്കും? ആരോഗ്യമുള്ള ഒരു പുരുഷന്റെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ എത്രയാ? 4.5 ലിറ്റർ കേട്ടോ. 4.5 ലിറ്റർ എന്നും പറയാറുണ്ട്, 5 ലിറ്ററും 4.5 ലിറ്ററും പറയാറുണ്ട്, 5 ലിറ്ററും പറയാറുണ്ട് കേട്ടോ. ആരോഗ്യമുള്ള പുരുഷന്മാരുടെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ എത്രയാ? 5 ലിറ്റർ അല്ലെങ്കിൽ 4.5 ലിറ്റർ ആണ്. ആരോഗ്യമുള്ള സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ 3 ലിറ്റർ. എത്രയാ? 3 ലിറ്റർ. ആരോഗ്യമുള്ള സ്ത്രീകളുടെ വൈറ്റൽ കപ്പാസിറ്റി ചോദിച്ചാൽ എത്രയാ? 3 ലിറ്റർ ആണ്. ഇനി ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാ? ഗ്രസനിയിൽ വെച്ചാണ്. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് എവിടെ വെച്ചാ? ഗ്രസനിയിൽ വെച്ചാണ്. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ക്ലോമപിതാനമാട്ടോ. ഏതാ? ക്ലോമപിതാനം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ക്ലോമപിതാനമാണ്. ശ്വാസനാളം രണ്ടായിട്ട് പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകൾ ഏതാ? ബ്രോങ്കേകൾ. ഏതാ? ബ്രോങ്കേകളാണ്. ശ്വാസനാളം രണ്ടായിട്ട് പിരിഞ്ഞ് രൂപപ്പെടുന്ന കുഴലുകളാണ് ഇത്? ബ്രോങ്കൈകള്. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശി ചോദിച്ചാൽ ഏതാ? ഡയഫ്രം. ഏതാ? ഡയഫ്രം ആണ്. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശി ചോദിച്ചാൽ ഏതാ? ഡയഫ്രം ആണ്. ഇനി ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ചോദിച്ചാൽ ഏതാ? അതും ഏത് തന്നെയാണ്? ഡയഫ്രം ആണ്. ശ്വസനത്തിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട പേശി ചോദിച്ചാൽ ഡയഫ്രം ആണ്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി ചോദിച്ചാലും ഏത് തന്നെയാ? ഡയഫ്രം ആണ്. ഔരസാശയത്തിലെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയാണ് ഏത്? ഡയഫ്രം എന്നറിയപ്പെടുന്നത്. ഔരസാശയത്തിലെ അടിത്തട്ടിന്റെ മാംസപേശികളുടെ പാളിയാണ് ഏത്? ഡയഫ്രം എന്ന് പറയുന്നത്. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇന്റർകോസ്റ്റൽ പേശികൾ. ഓർത്തു വെച്ചോ, ഇന്റർകോസ്റ്റൽ പേശികൾ. ശ്വസനത്തിന് സഹായിക്കുന്ന വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇത്? ഇന്റർകോസ്റ്റൽ പേശികൾ. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈഡൽ വോളിയം. എന്താ? ടൈഡൽ വോളിയം. സാധാരണ നമ്മൾ എങ്ങനെയാണോ ശ്വസിക്കുന്നില്ലേ, അതിനെ ഉള്ളിലേക്ക് എടുക്കുകയും സാധാരണ പുറന്തള്ളുന്ന ശ്വാസവും ഈ വോളിയത്തെയാണ്, അല്ലെങ്കിൽ ആ വായുവിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ടൈഡൽ വോളിയത്തിന്റെ ഏകദേശ അളവ് ചോദിച്ചാൽ 1/2 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 500 ml ആണ്. ഓർത്തു നോക്കുക, ടൈഡൽ വോളിയത്തിന്റെ അളവ് ചോദിച്ചാൽ എത്ര? 1/2 ലിറ്റർ ആണ്, അല്ലെങ്കിൽ 500 ml ആണ്. ഇനി ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന വായുവിന്റെ അളവ്, അതാണ് ഇത് വൈറ്റൽ കപ്പാസിറ്റി. ഏതാ? വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ചോദിച്ചാൽ ഏതാ? സ്പൈറോമീറ്റർ. കേട്ടോ, ഏതാ? സ്പൈറോമീറ്റർ. ശ്വസന നിരക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് ഇത്? സ്പൈറോമീറ്റർ. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിലെ ശ്ലേഷ്മമായിട്ട് അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ഓർത്തു വെച്ചോ, പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വായു അറകളിൽ ശ്ലേഷ്മമായിട്ട് അടിഞ്ഞുകൂടിയിട്ട് ശ്വാസകോശങ്ങൾക്ക് വീക്കത്തിന് കാരണമാകുന്ന രോഗം ചോദിച്ചാൽ ഇതാ ബ്രോങ്കൈറ്റിസ് ആണ്. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടി വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്ന രോഗമാണ് ഏത്? എംഫിസിമ. ഏതാ? എംഫിസിമ. പുകയിലയിലെ വിഷപദാർത്ഥങ്ങൾ വായു അറകളുടെ ഇലാസ്തികത നശിപ്പിക്കുന്നത് മൂലം അവ പൊട്ടിയിട്ട് വൈറ്റൽ കപ്പാസിറ്റി കുറയ്ക്കുന്ന രോഗമാണ് ഏത്? എംഫിസിമ എന്ന് പറയുന്നത്. ഈ രണ്ട് രോഗവും പഠിച്ചു വെച്ചോ, എന്തായാലും ചോദിക്കും. ബ്രോങ്കൈറ്റിസും എംഫിസിമയും നന്നായിട്ട് പഠിച്ചു വെച്ചോ. 33ാമത്തെ ചോദ്യം നോക്കിയേ. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പോഷണത്തിലെ ആദ്യത്തെ ഘട്ടം നമ്മൾ ആഹാര സ്വീകരണമാണ് അല്ലെ. പോഷണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ഇത് ആഹാര സ്വീകരണം. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ഇത് ദഹനം എന്ന് പറയുന്നത്. എന്താ ദഹനം? ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ഇത് ദഹനം എന്നറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആഗിരണം എന്നാണ്. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആഗിരണം എന്നാണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. ഏതാ? സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സ്വാംശീകരണം എന്നാണ്. അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഇത് പെരിസ്റ്റാൾസിസ് എന്നറിയപ്പെടുന്നത്. അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പെരിസ്റ്റാൾസിസ് എന്നാണ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ഏതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മനുഷ്യ ശരീരത്തിൽ ദഹനം പൂർത്തിയാകാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ എത്രയാ? 4 മുതൽ 5 മണിക്കൂർ കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ദഹനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ എത്രയാ? 4 മുതൽ 5 മണിക്കൂറാണ്. മനുഷ്യന്റെ വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം ഓർത്തു വെച്ചോ? 3 ജോഡി. മനുഷ്യന്റെ വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാ? 3 ജോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ കുടലിന്റെ നീളം, ചെറുകുടലിന്റെ നീളം ചോദിച്ചാൽ എത്രയാ? 5-6 മീറ്റർ. 5 മുതൽ 6 മീറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം ചോദിച്ചാൽ എത്രയാ? 5 മുതൽ 6 മീറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിലെ വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാ? വലുത് ചെറുകുടലാണ്. ചെറുതാണെങ്കിലും ആള് വലുതാണ്. ഓർത്തു വെച്ചോ. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം 5-6 മീറ്റർ. മനുഷ്യ ശരീരത്തിലെ വൻകുടലിന്റെ നീളം ചോദിച്ചാൽ 1.5 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ. ഇനി പൂർണ്ണമായിട്ടും ദഹനം നടക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ചെറുകുടൽ കേട്ടോ. പൂർണ്ണമായിട്ടും ദഹനം നടക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ചെറുകുടലാണ്. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ചോദിച്ചാൽ ഏതാ? ലൈസോസൈം കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ചോദിച്ചാൽ ഏതാ? ലൈസോസൈമാണ്. മനുഷ്യ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് ഏത്? രാസാഗ്നികള്. മനുഷ്യ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസപദാർത്ഥങ്ങൾ അറിയപ്പെടുന്ന ഏത് പേരില? രാസാഗ്നികളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ചോദിച്ചാൽ ഏതാ? പിത്തരസമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ചോദിച്ചാൽ ഏതാ? പിത്തരസമാണ്. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാ? പിത്തരസത്തില് രാസാഗ്നി ഇല്ല. ഓർത്തു വെച്ചോ. പിത്തരസത്തിൽ എന്തില്ല? രാസാഗ്നി ഇല്ല. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ഏത്? ആഗ്നേയരസം. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ശരീരഭാഗമാണ് ഏത്? വൻകുടല്. ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ശരീരഭാഗമാണ് ഏത്? വൻകുടല്. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികളാണ് ഏത്? ഗ്യാസ്ട്രിക് ഗ്രന്ഥികൾ. ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ ചോദിച്ചാൽ ഏതാ? ഗ്യാസ്ട്രിക് ഗ്രന്ഥികളാണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ ആരംഭ ഭാഗം എന്താ? പക്വാശയം. പക്വാശയം എവിടെയാ? ചെറുകുടലിന്റെ ആരംഭത്തിലാണ് ഇതുള്ളത്? പക്വാശയം ഉള്ളത്. ഇനി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഏജന്റ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് ഇത്? ലൈസോസൈം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഏജന്റ് ആണ് ഇത്? ലൈസോസൈം. മനുഷ്യന്റെ ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ചോദിച്ചാൽ ഏതാ? ഇലിയമാണ്. ഏതാ? ഇലിയമാണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ഇത്? ഇലിയം എന്നറിയപ്പെടുന്നത്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? വില്ലസ് ആട്ടോ. ഏതാ? വില്ലസ് ആണ്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിന്റെയും ആഗിരണം നടക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? വില്ലസ് ആണ്. മനുഷ്യന്റെ വൻകുടലിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? കോളൻ എന്ന് പറയുന്നത്. വൻകുടലിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ? കോളൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥമാണ് ഏത്? സെല്ലുലോസ്. ഏതാ? സെല്ലുലോസ്. മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണ പദാർത്ഥമാണ് ഏത്? സെല്ലുലോസ്. ദഹന വ്യവസ്ഥയിൽ പോഷകാംശങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? ചെറുകുടൽ ആട്ടോ. ഏതാ? ചെറുകുടൽ. ദഹന വ്യവസ്ഥയിൽ പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? ചെറുകുടലാണ്. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം ചോദിച്ചാലോ? അത് വൻകുടലാണ്. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? വൻകുടലാണ്. ദഹന പ്രക്രിയയിൽ കൊഴുപ്പിനെ ചെറു കണങ്ങളാക്കാൻ സഹായിക്കുന്നത് ഏതാ? പിത്തരസമാട്ടോ. ദഹന പ്രക്രിയയിൽ കൊഴുപ്പിനെ ചെറു കണങ്ങളാക്കാൻ സഹായിക്കുന്നത് എന്താ? പിത്തരസമാണ്. ശരീരം മെലിയാനായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? അനോറെക്സിയ കേട്ടോ. ഏതാ? അനോറെക്സിയ. ശരീരം മെലിയാനായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? അനോറെക്സിയ. ഇനി പല്ലുകളെ കുറിച്ചുള്ള പഠനം ഏതാ? ഒഡന്റോളജി അല്ലെ. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്?
ഒഡന്റോളജി എന്നാണ്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇത് ഇനാമൽ എന്ന് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇത് ഇനാമല്. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ എത്രയാ? മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ 32 സ്ഥിരദന്തങ്ങളാണുള്ളത്. പാൽപ്പല്ലുകളാണെങ്കിൽ എത്രയാ? 20. സ്ഥിരദന്തങ്ങൾ 32, പാൽപ്പല്ലുകൾ 20. ഇനി പ്രായപൂർത്തിയായ ശേഷം മുളക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? വിവേകദന്തങ്ങൾ എന്നാട്ടോ. പ്രായപൂർത്തിയായ ശേഷം മുളക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരില? വിവേകദന്തങ്ങൾ എന്നാണ്. ഇനി ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലേതാ? ഉളിപ്പല്ല് കേട്ടോ. ഉളിപ്പല്ലാണ്. ഇത് നമുക്ക് പ്രസ്താവന രൂപത്തിലേക്ക് തരാം. അടിച്ച് കീറാനാണെങ്കിൽ ഏതാ? കോമ്പല്ല്. കടിച്ച് കീറാനാണെങ്കിൽ കോമ്പല്ല്. കീറാൻ കോമ്പല്ല്. കാക്കാട്ടോ. കീറാൻ കോമ്പല്ല്. കടിച്ചു മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ല്. അപ്പൊ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നതാണെങ്കിൽ ഏതാ? കോമ്പല്ലാണ്. ഇനി മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ലാണ് ഏത്? കോമ്പല്ല്. മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള പല്ലാണ് ഏത്? കോമ്പല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ചോദിച്ചാൽ ഏതാ? ഇനാമൽ കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം ചോദിച്ചാൽ ഇനാമലാണ്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ ഏതാ? ഫ്ലൂറിൻ ആട്ടോ. ഏതാ? ഫ്ലൂറിൻ ആണ്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഏത്? ഫ്ലൂറിന്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? കാൽസ്യം ഫ്ലൂറൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? കാൽസ്യം ഫ്ലൂറൈഡ്. ഇനി ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് ഏത്? വിസർജനം എന്നറിയപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് ഇത് വിസർജനം എന്നറിയപ്പെടുന്നത്. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവം ഏതാ? വൃക്കയ. അല്ലേതാ? രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് ഇത് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു വിസർജന അവയവം ചോദിച്ചാൽ ഏതാ? വൃക്കയാണ്. കഴിഞ്ഞ LGS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജനാവയവം ഏതാ? വൃക്കയാണ്. വൃക്കയെ കുറിച്ചുള്ള പഠനം ഏത് പേരില? നെഫ്രോളജി. അല്ലെ? നെഫ്രോളജി ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിനോളജി എന്താ? ഫ്രിനോളജി മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ഫ്രിനോളജി എന്നറിയപ്പെടുന്നത്. വൃക്കയെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഏതാ? നെഫ്രോളജി ആണ്. ഇനി മനുഷ്യനിലെ ഒരു വൃക്കയുടെ ഭാരം ചോദിച്ചാൽ എത്രയാ? 150 ഗ്രാം ആട്ടോ. ഒരു വൃക്കയുടെ ഭാരം എത്രയാ? 150 ഗ്രാം. രണ്ടും കൂടി ചേരുമ്പോൾ 300 ഗ്രാം. വൃക്കയുടെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ എന്താ? നെഫ്രോണുകൾ ആട്ടോ. വൃക്കയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്താ? നെഫ്രോണുകളാണ്. വൃക്കയിലെ നെഫ്രോണിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ബൊമൻസ് ക്യാപ്സ്യൂള്. ബൊമൻസ് ക്യാപ്സ്യൂൾ എന്താ? വൃക്കയിലെ നെഫ്രോണില് കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ബൊമൻസ് ക്യാപ്സ്യൂള്. വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മെഡുല്ല എന്നാട്ടോ. വൃക്കയുടെ ഇരുണ്ട നിറമുള്ള ആന്തരഭാഗം അറിയപ്പെടുന്നത് ഏത് പേരില? മെഡുല്ല എന്നാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം പുറന്തള്ളപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ചോദിച്ചാൽ എത്രയാ? 1 മുതൽ 1.5 ലിറ്റർ വരെ ആട്ടോ. ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ ഒരു ദിവസം പുറന്തള്ളപ്പെടുന്ന മൂത്രത്തിന്റെ അളവ് ചോദിച്ചാൽ എത്രയാ? 1 മുതൽ 1.5 ലിറ്റർ വരെയാണ്. മൂത്രത്തിന്റെ pH ചോദിച്ചാൽ എഴുതാം. എത്രയാ? 6. മൂത്രത്തിന്റെ pH എത്രയാ? 6 ആണ്. ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് വൃക്കാസിരകൾ കേട്ടോ. മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴൽ ചോദിച്ചാൽ ഏതാ? വൃക്കാസിരയാണ്. ഇനി വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ചോദിച്ചാൽ ഏതാ? വൃക്കാധമനി. ഏതാ? വൃക്കാധമനി. വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ചോദിച്ചാൽ ഏതാ? വൃക്കാധമനിയാണ്. ഇനി പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഏതാ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. പുരുഷന്മാരിൽ വൃഷ്ണങ്ങളുടെ പ്രവർത്തനവും സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനവും ഉത്തേജിപ്പിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ആണ്. മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചതാണ് ഏതാ? പ്രൊലാക്റ്റിൻ ആട്ടോ. ഏതാ? പ്രൊലാക്റ്റിൻ ആണ്. ഇനി ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇത് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആട്ടോ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ആണ്. ഇനി സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ ശരീരത്തിന്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ഏത്? വാമനത്വം. ഏതാ? വാമനത്വം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന്റെ വളർച്ച
മുരടിക്കുന്ന അവസ്ഥയാണ് ഇത് വാമനത്വം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണ് ഇത് ഭീമാകാരത്വം. ഏതാ ഭീമാകാരത്വം. സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത് ഭീമാകാരത്വം. അങ്ങനെയാണെങ്കിൽ വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ ചോദിച്ചാൽ ഇതാ അക്രോമെഗലി ആട്ടോ. ഇതാ അക്രോമെഗലി. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ ചോദിച്ചാൽ ഇതാ അക്രോമെഗലിയാണ്. ഇതാ അക്രോമെഗലി. ഇനി ശരീരത്തിലെ ന്യൂറോക്രൈൻ ഗ്രന്ഥി, ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഇത് ഹൈപ്പോതലാമസ് കേട്ടോ. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഇത് ഹൈപ്പോതലാമസ്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയും മൊത്തമായിട്ട് നിയന്ത്രിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ ഹൈപ്പോതലാമസ് കേട്ടോ. ഏതാ ഹൈപ്പോതലാമസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയും മൊത്തമായിട്ടും നിയന്ത്രിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ ഹൈപ്പോതലാമസ് ആണ്. ഇനി ഓക്സിറ്റോസിന്, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ്. ഓക്സിറ്റോസിന്, വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നതാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളമാണ്. ഇനി രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിക്കാം. ഏതാ ആൽബുമിൻ ആട്ടോ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഇത് ആൽബുമിൻ. ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ഏതാ ഗ്ലോബുലിൻ. ഏതാ ഗ്ലോബുലിൻ ആണ്. ആന്റിബോഡി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ ഗ്ലോബുലിൻ ആണ്. ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADHന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പുരുഷനിലെ വന്ധീകരണം ഏത് പേരിൽ അറിയപ്പെടുന്നത്? വാസക്ടമി അല്ലെ. പുരുഷനിലെ വന്ധീകരണം ഏത് പേരിൽ അറിയപ്പെടുന്നത്? വാസക്ടമി എന്നാണ്. സ്ത്രീകളിലാണെങ്കിലോ ട്യൂബക്ടമി. ട്യൂബക്ടമി. പുരുഷന്മാരിൽ വാസക്ടമിയും സ്ത്രീകളിലാണെങ്കിൽ ഏതാ ട്യൂബക്ടമിയുമാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് ഏത്? വന്ധ്യത. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം ചോദിച്ചാൽ ഏതാ വന്ധ്യതയാണ്. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ ടെസ്റ്റോസ്റ്റിറോൺ ആട്ടോ. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത് ടെസ്റ്റോസ്റ്റിറോൺ. പുരുഷന്മാരിലെ രോമ വളർച്ചയ്ക്ക് കാരണമായ ഹോർമോൺ ചോദിക്കാം. ഏതാ ടെസ്റ്റോസ്റ്റിറോൺ. ഇനി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓസ്റ്റിയോളജി അല്ലെ. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഓസ്റ്റിയോളജി. മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികൾ എത്രയാ? 206 അല്ലെ. മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികൾ ചോദിച്ചാൽ 206. കുഞ്ഞിന്റെ അസ്ഥികൾ, കുഞ്ഞുങ്ങളുടെ അസ്ഥി ചോദിച്ചാൽ എത്രയാ? 300 അല്ലെ. കുഞ്ഞിന്റെ അസ്ഥി 300 ആണ്. മുതിർന്നവരാണെങ്കിൽ 206. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ ഏതാ? ഏറ്റവും വലിയ അസ്ഥി തുടയല്ല് അല്ലെ. തുടയല്ല് അല്ലെങ്കിൽ ഫീമർ. ഫീമർ എന്നാണ് അതിന്റെ വേർഡ്. ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ തുടയല്ലാണ് അല്ലെങ്കിൽ ഫീമർ ആണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ ഇതാ സ്റ്റേപ്പീസ് അല്ലെ. ഇതാ സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ് എവിടെയാ? നമ്മുടെ ചെവിയിലല്ലേ അല്ലെ. മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ സ്റ്റേപ്പീസ് എവിടെയാ? ശരി, നമ്മുടെ ചെവിയിലാണ്. ഇനി രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിക്ക് ഉദാഹരണമാണ് തവള. രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലുള്ള ജീവിക്ക് ഉദാഹരണം ചോദിച്ചാൽ തവളയാണ്. രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലില്ലാത്ത ജീവിയാണ് കൊതുക്. രൂപാന്തരണം നടക്കുന്ന നട്ടെല്ലില്ലാത്ത ജീവി ചോദിച്ചാൽ ഏതാ? കൊതുകാണ്. ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ജീവകം ചോദിച്ചാൽ ഏതാ? ജീവകം D ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായിട്ടുള്ള ജീവകം ചോദിച്ചാൽ ഏതാ? ജീവകം D ആണ്. ഇനി അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഓക്സിജൻ ആട്ടോ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓർത്തുവെക്കുക. മൂലകം ചോദിച്ചാൽ ഏതാ? ഓക്സിജൻ ആണ്. ഇനി മനുഷ്യന്റെ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താ? പാറ്റല്ല. മനുഷ്യന്റെ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്താ? പാറ്റല്ലയാണ്. മനുഷ്യന്റെ വിരലിലെ അസ്ഥികൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫലാഞ്ചസ് കേട്ടോ. ഫലാഞ്ചസ്. മനുഷ്യരിലെ വിരലിലെ അസ്ഥികൾ ഏതാ? ഫലാഞ്ചസ് ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ചോദിച്ചാൽ, അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ചോദിച്ചാൽ ഏതാ? കാൽസ്യമാണ് കേട്ടോ. അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹം ചോദിച്ചാൽ ഏതാ? കാൽസ്യമാണ്. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് ഏത്? നമ്മുടെ കീഴ്ത്താടിയെല്ല് കേട്ടോ. തലയോട്ടിയിലെ അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ചോദിച്ചാൽ ഏതാ? കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ചോദിച്ചാൽ ഏതാ? കീഴ്ത്താടിയെല്ല്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് ചോദിച്ചാൽ ഏതാ? കീഴ്ത്താടിയെല്ലാണ്. മനുഷ്യനിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 126. നമുക്കറിയാം മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികൾ നമ്മൾ പറഞ്ഞു 6 ആണല്ലേ പറഞ്ഞു 206. അതിൽ
126 അനുബന്ധ അസ്ഥികളുമാണ്. അതിൽ 80 അക്ഷീയാസ്ഥികളുമാണ്. ഓർത്തുക, അനുബന്ധാസ്ഥി കൂടെ ഉണ്ട്, അക്ഷീയാസ്ഥി കൂടെ ഉണ്ട്. അക്ഷീയാസ്ഥികൂടം 80, അനുബന്ധാസ്ഥികൂടം എത്രയാ? 126. അങ്ങനെ 206 അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇനി മനുഷ്യ ശരീരത്തിന്റെ സഞ്ചാരത്തിന് സഹായകമായിട്ട് പ്രവർത്തിക്കുന്ന അസ്ഥി വ്യവസ്ഥ ചോദിച്ചാൽ ഏതാ? അനുബന്ധാസ്ഥികൂടമാണ്. ഓർത്തു വെക്കുക, മനുഷ്യ ശരീരത്തിലെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അസ്ഥി വ്യവസ്ഥ ചോദിച്ചാൽ ഇത് അനുബന്ധാസ്ഥികൂടമാണ്. ഈ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താന്ന് ചോദിച്ചാൽ സ്നായുക്കളാട്ടോ. ഇതാ സ്നായുക്കളാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താ? സ്നായുക്കളാണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താ? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥിസന്ധികൾ തമ്മിലുള്ള ഉരസല് കുറയ്ക്കാനായിട്ട് സ്നേഹകമായിട്ട് വർത്തിക്കുന്ന ദ്രവം ചോദിക്കാം. ഏതാ? സൈനോവിയൽ ദ്രവം. അസ്ഥിസന്ധികൾ തമ്മിലുള്ള ഉരസല് കുറയ്ക്കുന്നതിനായിട്ട് സ്നേഹകമായിട്ട് വർത്തിക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സന്ധികളിൽ ഘർഷണം കുറക്കുന്ന അസ്ഥി ചോദിച്ചാൽ ഏതാ? തരുണാസ്ഥി. സന്ധികളിൽ ഘർഷണം കുറക്കുന്ന അസ്ഥി ചോദിച്ചാൽ ഏതാ? തരുണാസ്ഥി. ദ്രവമാണ് ചോദിക്കുന്നെങ്കിൽ ഏതാ? സൈനോവിയൽ ദ്രവം. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന അസ്ഥികൾ അറിയപ്പെടുന്നതാണ് സൈനോവിയൽ സന്ധികൾ. സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന അസ്ഥികൾ അറിയപ്പെടുന്നതാണ് ഏത്? സൈനോവിയൽ സന്ധികൾ. സന്ധികളെ കുറിച്ചുള്ള പഠനം ഏതാ? ആർത്രോളജി അല്ലെ? സന്ധികളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ആർത്രോളജി. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ചോദിച്ചാൽ ഏതാ? ഗോളര സന്ധി കേട്ടോ. ചലനശേഷി ഏറ്റവും കൂടിയ സന്ധി ചോദിച്ചാൽ ഏതാ? ഗോളര സന്ധിയാണ്. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 29 കേട്ടോ. തലയിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? 29 സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന വീക്കം ഏതാ? ഗൗട്ട് കേട്ടോ. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്ന വീക്കം, ആ രോഗത്തെ പറയുന്നതാണ് ഏത്? ഗൗട്ട് എന്ന് പറയുന്നത്. ഇനി നാവിന്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? ഹയോയിഡ് കേട്ടോ. ഏതാ? ഹയോയിഡ്. നാവിന്റെ ചുവട്ടിൽ യു ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? ഹയോയിഡ്. ഇടുപ്പിലെ സന്ധി എന്നറിയപ്പെടുന്ന ഏതാ? പെൽവിസ് ആട്ടോ. ഇടുപ്പിലെ സന്ധി എന്നറിയപ്പെടുന്നത് പെൽവിസ് ആണ്. ഇനി പേശികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? മയോളജി അല്ലെ? പേശികളെ കുറിച്ചുള്ള പഠനം ഏതാ? മയോളജി എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ എത്രയാ? 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ ചോദിച്ചാൽ എത്ര? 639. പേശികളില്ലാത്ത ഏക അവയവം ചോദിച്ചാൽ ഏതാ? ശ്വാസകോശമാട്ടോ. പേശികളില്ലാത്ത ഏക അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ചോദിച്ചാൽ കൺപോള. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ചോദിച്ചാൽ കൺപോളയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന പേശി ചോദിച്ചാൽ ഏതാ? ഹൃദയ പേശിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയാണ്. ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശിയാണ് ഹൃദയപേശി. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഏതാ? ഡയഫ്രം ആട്ടെ. ഏതാ? ഡയഫ്രം ആണ്. നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ചോദിച്ചാൽ ഏതാ? ഡയഫ്രം ആണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ അറിയപ്പെടുന്നതാണ് രേഖാശൂന്യ പേശികൾ. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് ഏത് പേരില? രേഖാശൂന്യ പേശികൾ എന്നാണ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് ഏതാ? രേഖാങ്കിത പേശികൾ എന്നാണ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് ഏത് പേരില? രേഖാങ്കിത പേശി എന്നാണ്. പേശി തന്തുക്കളുടെ കൂട്ടങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫാസിക്കിളുകൾ എന്നാട്ടോ. പേശി തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരില? ഫാസിക്കിളുകൾ എന്നാണ്. പേശികളില്ലാത്ത അവയവം ചോദിച്ചാൽ ഏതാ? ശ്വാസകോശമാണ്. പേശികളില്ലാത്ത അവയവം നമ്മൾ പറഞ്ഞു, ശ്വാസകോശം. ഇനി നാഡീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഏതാ? അന്തസ്രാവി ഗ്രന്ഥികൾ കേട്ടോ. നാഡീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥികളാണ് ഏത്? അന്തസ്രാവി ഗ്രന്ഥികൾ. അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. അന്തസ്രാവി ഗ്രന്ഥിയായിട്ടും ബഹിർസ്രാവി ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പാൻക്രിയാസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ഏത്? കരൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഏത് തന്നെയാ? കരളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഏത് തന്നെയാ? കരളാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാ? ഗ്ലൂട്ടിയസ് മാക്സിമസ് കേട്ടോ. ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ചോദിച്ചാൽ ഏതാ? ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശിയാണെങ്കിലോ സാർട്ടോറിയസ്. ഏതാ? സാർട്ടോറിയസ്. ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി ചോദിച്ചാൽ ഏതാ? സാർട്ടോറിയസ്.
ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശിയാണെങ്കിലോ സ്റ്റേപ്പിഡിയാസ് കേട്ടോ. ഇതാ സ്റ്റേപ്പിഡിയാസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി വെച്ചാൽ ഇതാ സ്റ്റേപ്പിഡിയാസ്. ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാ? 70 മുതൽ 110 mg ആണ് അല്ലെ. 70 മുതൽ 110 mg/100 ml. ഇനി ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡയബറ്റിസ് മെലിറ്റസ് കേട്ടോ. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇത് ഡയബറ്റിസ് മെലിറ്റസ്. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ഏതാന്ന് ചോദിച്ചാൽ ചിത്രശലഭത്തിന്റെ ആകൃതിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആകൃതി ഏതാ? ചിത്രശലഭത്തിന്റെ ആകൃതിയാണ്. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈപ്പർ തൈറോയിഡിസം. അങ്ങനെയാണെങ്കിൽ കുറയുന്ന അവസ്ഥ ഏത് പേരില? ഹൈപ്പോ തൈറോയിഡിസം. ഇതാ ഹൈപ്പോ തൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ചോദിച്ചാൽ ഇതാ ഹൈപ്പർ തൈറോയിഡിസം ആണ്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണെങ്കിലോ ഹൈപ്പോ തൈറോയിഡിസം. ഇനി ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? എക്സോഫ്താൽമിക് ഗോയിറ്റർ കേട്ടോ. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഇത് എക്സോഫ്താൽമിക് ഗോയിറ്റർ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പാരാതെർമോൺ കേട്ടോ. രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? പാരാതെർമോൺ ആണ്. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? മിക്സഡിമ. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത് മിക്സഡിമ. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ക്രിട്ടനിസം ആണ്. ഏതാ? ക്രിട്ടനിസം ആണ്. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം കുട്ടികളിലാണെങ്കിൽ ഏതാ? ക്രിട്ടനിസം ആണ്. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കൊണ്ടുള്ള രോഗം ചോദിച്ചാലോ എക്സോഫ്താൽമിക് ഗോയിറ്റർ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നമ്മൾ പറഞ്ഞു 9 മുതൽ 11 mg/100 ml ആണ്. പാരാതെർമോന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോന്റെ അഭാവം കാരണം അല്ലെങ്കിൽ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ടെറ്റനി ആണ്. ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗമാണ് ഇത് പേശികൾ. ടെറ്റനി ബാധിക്കുന്ന ശരീരഭാഗം ചോദിച്ചാൽ ഏതാ? പേശികളാണ്. ഇനി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? തൈമോസിൻ കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. ഇനി നിങ്ങൾ അടുത്ത ഘട്ട എഴുതുന്ന ആളുകളോട് പറയാനുള്ളതാണ് മസ്റ്റായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ വൈറ്റമിനും അതുപോലെ അഭാവ രോഗങ്ങളുണ്ടല്ലോ അത് പഠിക്കണം. അതുപോലെ പിന്നെ രോഗങ്ങളും രോഗകാരികളും പഠിക്കണം. പിന്നെ അതൊക്കെ മസ്റ്റായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ആവശ്യമുള്ള ആളുകൾ നമ്മളെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്കുണ്ട് നമ്മുടെ ബയോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ അല്ലെങ്കിൽ LGS നായിട്ടിൻ്റെ ഒരു റിവിഷൻ സീരീസ് ഉണ്ട്, ആ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും.